guys, welcome back to my YouTube channel. I am with Chapsy. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി സ്മൂത്തി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് വളരെ വണ്ണക്കുറവായിരുന്നു. വണ്ണക്കുറവെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വണ്ണം ഒട്ടും തന്നെ എനിക്കില്ലായിരുന്നു. അപ്പൊ എല്ലാവരും മിക്കവാറും എന്റെ ഫ്രണ്ട്സൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കും. അപ്പൊ എനിക്കൊരു വാശിയായി. കുറേയൊക്കെ കഴിഞ്ഞ് കുറേ മുമ്പോട്ട് പോയി ഇരിക്കുമ്പോ പിന്നെയും മനസ്സിലൊരു വാശിയായി, ആഹാ വണ്ണ എന്തായാലും വെച്ചേ പറ്റൂ. അങ്ങനെ ഞാൻ തേടി എനിക്ക് കിട്ടിയ ഒരു നല്ലൊരു സ്മൂത്തി റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു സ്മൂത്തി കുടിച്ച് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. കുറച്ച് പിക്ക് ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ഈ പിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്മൂത്തി എനിക്ക് എന്തോരം എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ നമുക്ക് റെഡിയാക്കിയാലോ? എങ്കിൽ വായോ. അപ്പോൾ ഗായ്സ്, സ്മൂത്തി തയ്യാറാക്കാനുള്ള എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഒരു ഹാഫ് ഏത്തക്കയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് എടുത്ത ഒത്തിരി ആയി പോവും. അതിനുശേഷം സെക്കൻഡ് എടുത്തിട്ടുള്ളത് പീനട്ട്, അതൊരു കുറച്ച് എടുത്താൽ മതി. പിന്നെ അതിനുശേഷം ചിയ സീഡ് വെള്ളത്തിൽ കുതിർത്തെടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് ഡേറ്റ്സ്. ഞാനിവിടെ ഒരു 4 ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരത്തിന്റെ അളവ് കൂട്ടണമെങ്കിൽ ഡേറ്റ്സിന്റെ അളവും കൂട്ടാം കേട്ടോ. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട വേണ്ടത് പാല്. ഞാനിവിടെ 1 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോ ഒരാൾക്ക് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് പാല് മതിയേ. ഫൈനലി നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സ്മൂത്തിയാണ്. എനിക്ക് പേഴ്സണലി റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ സ്മൂത്തി ഒക്കെ റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ സ്മൂത്തി നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്മൂത്തിയാണേ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ കണ്ടിട്ട് കനവില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. അതുകൊണ്ടല്ല, ഞാനിപ്പോ കുറേ കനം കുറച്ചു ഒന്നും കൂടെ കേട്ടോ. എന്നാന്ന് വെച്ചാല് ഒരുപാട് കൂടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ഇച്ചിരി കനം ഞാൻ കുറച്ചു. പിന്നെ എനിക്കിപ്പോ തോന്നി വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യണോ, പക്ഷെ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. എങ്കിലും എനിക്ക് കിട്ടിയ റിസൾട്ട് കനം ഇല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഇത് ഉപകാരമാവുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇപ്പൊ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തീർച്ചയായിട്ടും ഈ റെസിപ്പി എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ടാറ്റാ, ബൈ.